ായിട്ട് ഇടപഴകുന്ന ഒരു ജോലി, ഒരു പ്രൊഫഷണൽ ഏരിയയും കൂടി വരികയാണ്. ശരിക്കും നമ്മുടെ വായനയുടെ ഈ കുട്ടികളിൽ ഉണ്ടോ? അവരെ നിങ്ങൾ പ്രത്യേകിച്ചും കാണുന്ന കുട്ടികളെന്ന് പറയുന്നത് കോച്ചിങ്ങിന് വരുന്ന കുട്ടികളാണ്. എന്നാൽ കൂടി ഡിജിറ്റലായിട്ട് പുതുതലമുറയിൽ ആ രീതിയിൽ വായന ഉണ്ടാവുമോ? അവർ സീരിയസ് ആയിട്ട് റീഡിങ്ങിനെ കാണുന്നുണ്ടോ? പുസ്തകങ്ങൾ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറയുന്ന സാഹിത്യകാരന്മാരുടെ വംശം പെട്ടെന്ന് തന്നെ മലയാളത്തിൽ അറ്റുപോകും? മലയാളത്തിൽ ഇപ്പോഴും ഒരുപാട് പുസ്തകം, കഞ്ചാവ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ജനുവരിയിലാണ് കഞ്ചാവ് പുറത്തു വരുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയമാകുമ്പോഴേക്കും 10-25,000 കോപ്പികൾ കഞ്ചാവിൻ്റെത് വിറ്റുപോയി. അത് വായിച്ച് ഒരുപാട് പേർ ആ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ വായന മരിച്ചു പോകുമെന്ന തോന്നൽ അത് എൻ്റെ പുസ്തകം വിൽക്കപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, സമാനമായ കാലയളവിൽ പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്നത് കൊണ്ടുമല്ല. വായന എക്കാലത്തും പല രൂപത്തിൽ ഇവിടെ നിലനിന്നിരുന്നു, അത് നിലനിൽക്കുമെന്ന തോന്നൽ എപ്പോഴും എനിക്കുണ്ട്. പക്ഷേ വിൽപ്പനയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പുസ്തകങ്ങളുടെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ ഒരുപക്ഷെ വേറിട്ട അഭിപ്രായവും എനിക്കുണ്ട്. ഒരുപാട് റീലുകളൊക്കെയായി ഇൻസ്റ്റാഗ്രാമിൽ പുസ്തകങ്ങളുടെ റിവ്യൂകൾ നമ്മൾ കാണാറുണ്ട്. ആ റീലുകളിൽ കണ്ടുപോരുന്ന ഒരു വലിയ കുഴപ്പം, അതിൻ്റെ പോസിറ്റീവുകളെയൊക്കെ മാറ്റിവെച്ച് ആ റീലുകളിൽ വ്യക്തിപരമായി എനിക്ക് തോന്നിയ ഒരു കുഴപ്പം, ആ റീലുകളുടെ കണ്ടന്റുകളെല്ലാം പലപ്പോഴും ഒരേ കണ്ടന്റുകളാണ്. ഇപ്പം എൻ മോഹനൻ്റെ ഒരിക്കൽ എന്ന് പറയുന്ന പുസ്തകം സമീപകാലത്ത് നന്നായി വായിക്കപ്പെട്ട പുസ്തകങ്ങളാണ്. പക്ഷേ ഒരിക്കലിനെ കുറിച്ച് വന്ന എല്ലാ റിവ്യൂകളും എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ പുസ്തകത്തിനകത്ത് നിന്ന് അടർത്തിയെടുത്ത ഒറ്റ വരിയെ കേന്ദ്രീകരിച്ചുള്ള റീലുകളാണ് നമ്മളുടെ ചുറ്റും വന്നതല്ല. അങ്ങനെ റീലുകൾ, ഇപ്പോൾ കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഒരു റീൽ പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ കഞ്ചാവിൻ്റെ പുറകിൽ, കഞ്ചാവിൻ്റെ പുറം ചട്ടയിൽ ബ്ലർബായി എഴുതിയിരിക്കുന്ന ഒരു വരിയുണ്ട്. സ്വർഗത്തേക്ക് പൊങ്ങിപ്പോകുന്ന യുവതിയെപ്പറ്റി, അനേക വർഷങ്ങൾ നിൽക്കാതെ പെയ്യുന്ന മഴയെപ്പറ്റി, കണ്ണാടികൾ കൊണ്ടുണ്ടാക്കിയ ഒരു നഗരത്തെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾ കേട്ടിരിക്കുമോ? കേട്ടിരിക്കുമെങ്കിൽ കഞ്ചാവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചുറ്റും പുകയുന്ന വശ്യഗന്ധങ്ങളുടെ പ്രലോഭനത്തിന് നിങ്ങൾ കീഴ്പ്പെടും. ഒരു ദിവസം കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഒരു 10 റിവ്യൂ പുറത്തു വന്നാൽ അതിൽ 8 റിവ്യൂവിലും ഈ വരിയാണ് ഉണ്ടാവുക. ആളുകൾ മാത്രമേ മാറുന്നുള്ളൂ, അവരുടെ ഭാഷ മാറുന്നില്ല, അവരുടെ നോട്ടം മാറുന്നില്ല, അവരുടെ വായന മാറുന്നില്ല. ഈ രൂപത്തിലല്ല വായന നിലനിൽക്കേണ്ടത്, ഈ രൂപത്തിലുള്ളൊരു ഭാവിയല്ല വായനയ്ക്ക് വേണ്ടത് എന്ന തോന്നൽ ഉള്ളിലുള്ള ഒരാളാണ് ഞാൻ നോക്കുന്ന നോട്ടം എൻ്റേത് മാത്രമാവണമെന്നും എൻ്റെ കണ്ണിലൂടെ നോക്കുന്ന നോട്ടം മറ്റൊരാൾ നോക്കിയ നോട്ടമാവരുത് എന്നും എനിക്ക് പറയാനുള്ളത് വേറൊന്നാവണം എന്നും അങ്ങനെ പറയുമ്പോൾ മാത്രമാണ് ആ പറച്ചിലിൽ ഒരു ഉൾക്കാമ്പുണ്ടാവുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റീലുകളിലാണോ പുസ്തകങ്ങളുടെ ഭാവി ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആത്മാർത്ഥമായി ആ പുസ്തകത്തിനെ വായിച്ച മനുഷ്യരിൽ നിന്ന് പുറപ്പെടുന്ന, അതൊരു പക്ഷേ വീഡിയോ കണ്ടന്റുകളാവാം, അതൊരു പക്ഷേ എഴുത്ത് രൂപങ്ങളാവാം, അതിലൊക്കെയാണ് വായനയുടെ ഭാവി കിടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം വായനയെ കുറെ കൂടെ സമൃദ്ധമായ ഭാവിയിലേക്ക് നയിക്കുമെന്ന തോന്നൽ എനിക്കില്ല. പക്ഷേ മനുഷ്യൻ ഇപ്പോഴും പല രൂപത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ഇപ്പോൾ എം മുകുന്ദൻ്റെ ഏറ്റവും പുതുതായി, മുകുന്ദേട്ടനൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മളെല്ലാവരും വായിച്ചു കൊണ്ടിരിക്കുന്ന, അന്ന് ആദിത്യനും രാധയും വായിച്ച പോലെ, അന്ന് ഹരിദ്വാർ വായിച്ച പോലെ, ഇന്ന് ഏറ്റവും ഒടുവിലിറങ്ങിയ എംബസിക്കാലവും ആളുകൾ കൊണ്ടാടുന്നുണ്ട്. അങ്ങനെ എക്കാലത്തും വായനക്കാരിവിടെയുണ്ട്, വായനക്കാരുടെ ഒരു ലോകം സമൃദ്ധമായി ഉണ്ട്. പല രൂപത്തിലുള്ള പുസ്തകങ്ങൾ. ഇപ്പോൾ നേരത്തെ ഞാൻ ബെന്യാമിനെ കുറിച്ച് പറയുമ്പോൾ, ബെന്യാമിൻ്റെ ഏറ്റവും പുതുതായി ഇറങ്ങിയ പുസ്തകം ഒരു ഡയറിയുടെ രൂപത്തിലുള്ള പുസ്തകമാണ്. വലിയ വായന ആ പുസ്തകത്തിന് കിട്ടുന്നുണ്ട്, ഡയറി കുറിപ്പുകൾക്ക് വായന കിട്ടുന്നുണ്ട്. ഒരേ സമയത്ത് ഡയറി കുറിപ്പുകൾ സെലിബ്രേറ്റ് ചെയ്യാനും ഒരേ സമയത്ത് മൾബറി പോലെയുള്ള നോവൽ സെലിബ്രേറ്റ് ചെയ്യാനും മലയാളത്തിൽ ആളുകളുണ്ട്. അതുകൊണ്ട് ഫിക്ഷനും നോൺ ഫിക്ഷനുമെല്ലാം അതിൻ്റെ സമൃദ്ധിയോടുകൂടെ വായിക്കപ്പെടുന്നുണ്ട്. പക്ഷേ വായന ഇങ്ങനെ നിലനിൽക്കുമ്പോഴും വായനക്കാരുടെ നോട്ടം കുറെ കൂടെ ഉൾക്കാമ്പുള്ള നോട്ടമായെങ്കിൽ എന്ന വ്യക്തിപരമായ ആഗ്രഹം എന്നെ സംബന്ധിച്ചിടത്തോളം
ഒരുപക്ഷെ ജലീൽ കെ പോലെയുള്ള ഒരു എഴുത്തുകാരന് നാളെ പുസ്തകം പുറത്തു വരുമ്പോൾ ആദ്യത്തെ റിവ്യൂ കഴിഞ്ഞ് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ റിവ്യൂ വരുമ്പോൾ ഒരു പുതിയ നോട്ടം, ഒരു പുതിയ വായന എൻ്റെ പുസ്തകത്തിന് കിട്ടിയെങ്കിൽ എന്ന ദാഹം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ദാഹത്തെ പലപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യാൻ സോഷ്യൽ മീഡിയകൾക്ക് കഴിയുന്നില്ല. നവമാധ്യമങ്ങളിലെ വായന മറ്റൊരു രീതിയിൽ ഒരു സ്റ്റീരിയോ ടൈപ്പായി മാറുന്നത് എന്നതും